Hello all. അപ്പോൾ നമ്മൾ ഇന്ന് GSTയുടെ ഇൻഡയറക്റ്റ് ടാക്സസിൽ ഇന്ററിന്റെ RTP ആണ് നോക്കാൻ പോകുന്നത്. സോ ഇതിലാകെ എനിക്ക് തോന്നുന്നു 17-18 ചോദ്യം എന്താ ഉള്ളത്. ആദ്യത്തെ 10 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാനൊരു 2 ടാബ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം ആൻസേഴ്സിന് വേണ്ടിയിട്ടും ഒരെണ്ണം ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടും. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. Ms. Raksha is engaged in providing private coaching service in Noida. സർവീസ് ആണ്. ചോദ്യം വായിക്കുന്നതിനെല്ലാം ഇന്റർപ്രറ്റ് ചെയ്ത് പോകണം കറക്റ്റ് ആയിട്ട്. ഉത്തർപ്രദേശ് ആണ്. ആൻഡ് ഇസ് നോട്ട് രജിസ്റ്റേർഡ് അണ്ടിൽ 25th September വരെ എന്ത് ചെയ്തിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല. So within how many days it should get, I mean the assessee should get registered? Within 30 days register ചെയ്യണം. I hope you know about the effective date of registration. Her aggregate turnover is 19 lakhs on 30th September. 90 lakhs ആണ്. 20 lakhs വരെ ലിമിറ്റ് ഉണ്ട്. She got the registration on 30th September. Which of the following options can she eligible for? ഏതൊക്കെ ഓപ്ഷൻസ് ആണ് എലിജിബിൾ? സർവീസ് മാത്രമല്ലേ? We know a concessional notification വന്നിട്ടുണ്ട് 2/2019. നമ്മൾ കഴിഞ്ഞ statutory updatesന്റെ സെഷനിൽ നോക്കിയായിരുന്നു. So here she can pay first option 18%, charge it from customer and avail input tax credit. Normal scheme. She can pay tax 6% under exemption scheme for the service provider, but she cannot charge the GST from customer. Collect ചെയ്യാൻ പറ്റില്ല. And also cannot avail ITC. അതാണ് composition scheme. She is not eligible for registration since her aggregate turnover is less than 40 lakhs. Correct ആണോ? അതല്ല. എക്സ്ക്ലൂസീവ്ലി ഗുഡ്സിന് മാത്രമേ 40 lakhsന്റെ ലിമിറ്റ് ഉള്ളൂ. ആൻസർ either A or B എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ഉത്തരം? A ആണോ, B ആണോ, C ആണോ, D ആണോ? A എന്ന് വെച്ചാൽ 18% with ITC, B എന്ന് വെച്ചാൽ 6% without ITC, composition scheme, new scheme for service provider up to 50 lakhs. Hope you remember. This is 40 lakhs. ഗുഡ്സിന് മാത്രമാണ്. അപ്പൊ എന്തായാലും C അല്ല. പിന്നെ A ആണോ B ആണോ എന്നുള്ളതാണ് തീരുമാനം വേണ്ടത്. D ആണ് അപ്പൊ ആൻസർ. either A or B. നോർമൽ സ്കീം ഇൻപുട്ട് എടുക്കുന്ന രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ B. ഓക്കെ, സോ യു സീ ഹിയർ 1ലെ B ആണ് ആൻസർ. 1ലെ D ആണ് ആൻസർ. സോറി, either A or B. സോ ഇവിടെ എഫക്റ്റീവ് ഡേറ്റിനെ കുറിച്ച് പറഞ്ഞു പോവാം. ഇവിടെ ചോദ്യത്തില് നോട്ട് രജിസ്റ്റേർഡ് ആണ്, ടേൺ ഓവർ 30th September 19 lakhs ആയി. എക്സാമ്പിൾ, ടുഡേ ഈസ് 15th October 2019. ഇന്ന് 20 lakhs എക്സീഡ് ചെയ്തു. എക്സീഡ്സ് 20 lakhs. രജിസ്ട്രേഷൻ 30 ദിവസത്തിനകം എടുക്കണം. ഓക്കെ, 30 days എടുക്കണം. ഓക്കെ, if taken within 30 days, effective date of registration എന്ന് പറയുന്നത് 15th October തന്നെയാണ്. ഓക്കെ, if not taken within 30 days ആണെങ്കിൽ effective date of registration എന്ന് പറയുന്നത് date of grant of registration ആണ്. Date of grant of registration. Okay, here it will be 15/10. 30 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന എന്നാണ് എലിജിബിൾ ആയത് അന്നായിരിക്കും എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഇന്നാണല്ലോ ലയബിൾ ആയത്. ഇല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഗ്രാന്റ് ഓഫ് രജിസ്ട്രേഷൻ ആയിരിക്കും. ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കുറെ ടൈം എടുക്കും ഇതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പറഞ്ഞു പോവാം. മിസ്റ്റർ അരുൺ, രജിസ്റ്റേർഡ് സപ്ലയേഴ്സ് എൻഗേജ് ഇൻ സെല്ലിംഗ് സ്വീറ്റ്സ്. ദ സ്വീറ്റ്സ് ആർ സോൾഡ് ഇൻ ബോക്സസ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഈച്ച് സ്വീറ്റ് ബോക്സ് ഇസ് 500. ബോക്സിലാക്കിയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഇതിന്റെയും ഇതെന്ന് പറയുന്നത് 500 ആണ്. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ടേൺ ഓവർ ഹി പർച്ചേസ് സർട്ടൻ ജ്യൂസ് ക്യാൻസും കൂടി എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. അപ്പൊ ഇത് ഒരു സ്വീറ്റ് ബോക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് സ്വീറ്റ്സ് കൊടുക്കുന്നത്. 500 രൂപയാണ് ആ സ്വീറ്റ്സിന്റെ ഇത്. അപ്പൊ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ടേൺ ഓവർ certain juice cans of rupees, juice can കൊടുക്കുന്നില്ല, ജ്യൂസ് കൊടുക്കുന്നില്ല, 20 rupees and added a juice can with every sweet box. അപ്പോ ഈ സ്വീറ്റ് ബോക്സിന്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്തു, ജ്യൂസ് കാനും കൂടി എന്ത് ചെയ്തു, ആഡ് ചെയ്തു 20 രൂപയുടെ.
A sweet box along with the juice can be sold for 500 each. This can be, what do we say, മിക്സഡ് സപ്ലൈ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇവിടെ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് വാട്ട് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ഇവിടെ അയാളുടെ ഇഷ്ടമാണ് രണ്ട് പ്രോഡക്റ്റും എന്താ പറയാ എത്ര വിലയ്ക്ക് വിൽക്കണം എന്നുള്ളത്. 500 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന സ്വീറ്റ് ബോക്സ് ഇപ്പോ എന്ത് സംഭവിച്ചു? 500 രൂപക്ക് തന്നെയാണ് വിൽക്കുന്നത്, അതിന്റെ കൂടെ എന്തും കൂടി കൊടുക്കുന്നുണ്ട്, ഒരു ജ്യൂസ് കാനും കൂടി കൊടുക്കുന്നുണ്ട്. എന്താണ് വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളതാണ് ചോദ്യം. ഹി ഈസ് ലയബിൾ ടു പേ ടാക്സ് ഓൺ 520, അതായത് 500 plus 20, and eligible to claim input tax credit on purchase of juice cans. He is liable to pay tax on 500 and not eligible to claim input tax on the purchase of. He is liable to pay tax on 500 and also eligible to claim input tax on juice can, or either or A or B. ഏതായിരിക്കാം എന്റെ ഉത്തരം? കാരണം എന്റെ ഇഷ്ടമല്ലേ ഒരു പ്രോഡക്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കണം എന്നുള്ളത്. 500 രൂപയ്ക്ക് കൊടുത്തിരുന്ന സാധനത്തിന്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി കൊടുക്കുന്നുണ്ട്. അതിന് വാല്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഫ്രീ ആണെന്ന് പറയാൻ പറ്റുമോ? 2 products given for 1 price നമ്മൾ കണ്ടായിരുന്നു ഡിസ്കൗണ്ട്സിന്റെ ഇതില്. ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. 2 shirts for 1 price. അങ്ങനെയല്ലേ പറയാൻ പറ്റുന്നത്? അപ്പൊ ഇവിടെ 2C ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. യു സി ഹിയർ 2C. ഐ ഹോപ്പ് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 2 shirts given for 1 price. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തേർഡ് വൺ, which is not considered as supply. സപ്ലൈ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സ്റ്റോക്ക് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ ഡൽഹി. ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എവിടെയാ? ഡൽഹിയിലാണ്. അടുത്ത എസ്റ്റാബ്ലിഷ്മെന്റ് എവിടെയാണ്? അനദർ എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ വേർ? ഹരിയാന. ഇത് സപ്ലൈ ആണോ? This is in one place, this is in another state, right? So this is supply. Under which section? Why this is supply? Distinct persons are. Distinct persons. Under which section? 25 subsection 4 and 25 subsection 5 ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് ആണ്. ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് ആണ്. അപ്പൊ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. കേരള ഹെഡ് ഓഫീസ് കർണാടകയിലെ ബ്രാഞ്ച്. ഇവിടെ നിന്ന് അങ്ങോട്ട് സെയിൽ അടിച്ച് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽ ബില്ല് അടിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. സോ ദിസ് ഈസ് സപ്ലൈ. ഏതാണ് സപ്ലൈ അല്ലാത്തതെന്ന ചോദ്യം. സെക്കൻഡ് വൺ, രാം സപ്ലൈസ് അക്കൗണ്ടിങ് സർവീസ് കൊടുക്കുന്നുണ്ട് ആർക്ക്? CAക്ക്. CA രാധ എന്താ കൊടുക്കുന്നത്? ടാക്സേഷൻ സർവീസ് കൊടുക്കുന്നത്. വി ക്യാൻ സീ ഇറ്റ് ആസ് ബാർട്ടർ, എക്സ്ചേഞ്ചിങ് വൺ തിങ് ഫോർ അനദർ. അപ്പൊ അത് സപ്ലൈ ആണ്. യു റിമെമ്പർ 7 subsection 1 clause A, all forms of supply such as TEL, PDS, rental, transfer, exchange, license, lease. B, barter is there. Health club services supplies lends to its members and it is supply. D ഏതാണ്? Mr. A sells a flat. ഒരു കണ്ടീഷൻ ഉള്ളത്, കൺസ്ട്രക്ഷൻ ഓക്കുപ്പൻസിക്ക് മുമ്പായിട്ട് കാശ് കിട്ടിയിരിക്കണം, എന്നാലേ അതെന്താവുള്ളൂ, സപ്ലൈ ആവുള്ളൂ. ലെറ്റ്സ് സീ ഹിയർ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് വെൻ 31st January, എഗ്രിമെന്റ് വിത്ത് ദ ബയർ വെൻ 1st February, കൺസ്ട്രക്ഷൻ എപ്പോഴാണ് കിട്ടിയത്? ഫുള്ള് കിട്ടിയിരിക്കുന്നത് ഈ 2 ഡേറ്റിന് ശേഷമാണ് കൺസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഈവൻ 1 രൂപ കൂടി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഇതിനു മുന്നേ 1 രൂപയെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് സപ്ലൈ ആയേനെ. കൺസിഡറേഷൻ ഡേറ്റ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിനും ഓക്കുപ്പൻസിക്കും ശേഷമാണ് എൻറ്റയർ കൺസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഇസ് നോട്ട് സപ്ലൈ. ആൻസർ വിൽ ബി 3D. ഫോർത്ത് വണ്ണിലേക്ക് വരാം. വാല്യൂ ഓഫ് സപ്ലൈ. ഐ ഹോപ്പ് യു ഓൾ ഹാവ് സീൻ മൈ വീഡിയോ CA ലിപ്സ്റ്റിക്, റൈറ്റ്? CA ലിപ്സ്റ്റിക്. അപ്പോ CA ലിപ്സ്റ്റിക്കിനകത്ത് എന്താ പറയുക? ടാക്സസ് should be included other than this act. GST, cesses and other duties should be included other than this act. ഈ ആക്ടിലല്ലാത്ത എല്ലാം ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശരിയല്ലേ? സോ ഇവിടെ നമുക്ക് നോക്കാം. വിത്ത് റെഫറൻസ് ടു പ്രൊവിഷൻസ് ഓഫ് റിലേഷൻ സെക്ഷൻ 15, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്? എന്താണ് കറക്റ്റ് അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ട്രാൻസാക്ഷൻ വാല്യൂ. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആണോ അതർ ദാൻ ദിസ് ആക്ട് ആണോ? ഇൻക്ലൂഡ് ചെയ്യില്ല എന്ന് അവർ പറയുന്നത്. ശരിയല്ല? നമുക്ക് നോക്കാം. മുനിസിപ്പൽ ടാക്സസ് വിൽ ബി ഇൻക്ലൂഡഡ്. മുനിസിപ്പൽ ടാക്സസ് GST ആണോ? അല്ല. അതർ ദാൻ ദിസ് ആക്ട് അല്ലേ?
അപ്പൊ ആഡ് ചെയ്യണം അല്ലെ, ശരിയാണത്. എന്റർടൈൻമെന്റ് ടാക്സ് ഇൻക്ലൂഡഡ് ഇൻ മൂവി ടിക്കറ്റ്. എന്റർടൈൻമെന്റ് ടാക്സ് GST ആണോ? അല്ല. അതർ ദാൻ ദിസ് ആക്ട് അല്ലേ, സോ ആഡ് ചെയ്യണം. Customers making payment on freight which is payable by the supplier. Amount paid by the supplier but paid by the recipient, it should be included. Okay. We can see all these in section 15 subsection 2. അപ്പൊ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും GST ആണോ? GST അല്ല. സോ ഇത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതല്ലേ? എന്താ പറഞ്ഞേക്കണേ? നോട്ട് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഏതാണ് കറക്റ്റ് അല്ലാത്തത്? 4A ആണ് കറക്റ്റ് അല്ലാത്തത്. 4A. നെക്സ്റ്റ് ഇസ് വാട്ട്? 5 subsection 3, 9 subsection 3 അല്ലെ. നമ്മൾ കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി സർവീസസിന്റെ കാര്യം നോക്കിയതാണ്. നിങ്ങൾക്കത് ഓർമ്മയിലുണ്ടോ എന്ന് നമുക്കിപ്പം ചെക്ക് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സർവീസ് ആർ നോട്ടിഫൈഡ് അണ്ടർ 9(3) or 5(3)? ഏതാണ് നോട്ടിഫൈഡ്? ടാക്സ് ഓൺ വിച്ച് ഷാൽ ബി പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. ഇതിനകത്ത് ഈ 4 എണ്ണത്തിൽ ഏതിനൊക്കെയാണ് റിവേഴ്സ് ചാർജ് വരും എന്നുള്ളതാണ് നോക്കണ്ടേ. യു റിമെമ്പർ സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡഡ് അതർ ദാൻ ബോഡി കോർപ്പറേറ്റ് to any business entity other than composition or leg, reverse charge will apply. ഇവിടെ security service provided by a person other than a body corporate, അപ്പൊ reverse charge വരും. പക്ഷെ to a composition taxpayer ആണ്, അപ്പൊ reverse charge വരുമോ? വരില്ല. അപ്പൊ അതല്ല. Service supplied by insurance agent to insurance company. 9 subsection 3 you should remember. Good looking individual is sad. Insurer. Supply of service by renting of hotel through e-commerce, no. Supply of notified categories of goods or services who is not registered to a specified class, that is unregistered to registered. This will come under 9 subsection 4, not 9 subsection 3. The answer is what? 5, 2. ഏത് ആൻസർ? only 2. B ആണ് ആൻസർ. 5 B ആണ് ആൻസർ. ഇൻഷുറർ, ഇൻഷുറൻസ് കമ്പനി. ഇവിടെ ഇപ്പൊ സെക്യൂരിറ്റി സർവീസസിന്റെ കാര്യത്തില് ഈ കോമ്പോസിഷൻ ഇല്ലായിരുന്നെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയായിരുന്നെങ്കിൽ റിവേഴ്സ് ചാർജ് വന്നേനെ. കോമ്പോസിഷൻ ആയതുകൊണ്ടാണ് റിവേഴ്സ് ചാർജ് വരാഞ്ഞത്. എന്റെ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. അടുത്ത എന്താ? ഇവിടെ ITC അവൈലബിളിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എക്സൽ അടിച്ചിട്ട് അത് ചെയ്യാം. യു സീ ഹിയർ, Mrs. Comfortable registered a GST state in the Odisha. It is engaged in the business of manufacturing of iron steel product. It has received IT engineering services കിട്ടിയിട്ടുണ്ട്. ആരുടെ കിട്ടിയത്? ഹൈ ഫൈറ്റ് ഇൻഫോടെക്കിനെ കിട്ടിയത്. എത്ര രൂപക്ക് കിട്ടിയത്? 11 lakh rupees കിട്ടിയത്. എത്ര രൂപ കിട്ടിയത്? 11 lakhs rupees കിട്ടിയത്. Full value. I'll write here full value. Okay, spelling തെറ്റിപ്പോയി, sorry. Excluding GST ആണ്. Invoice for the value of services issue ചെയ്തതെന്ന invoice issued. Invoice എന്നാ ഇഷ്യൂ ചെയ്ത്? ഇൻവോയ്സ് എന്നാ ഇഷ്യൂ ചെയ്ത്? ഇൻവോയ്സ് വാസ് ഇഷ്യൂഡ് ഇൻ ദ മന്ത് ഓഫ് വെൻ? നവംബർ, റൈറ്റ്? ഇൻവോയ്സ് വാസ് ഇഷ്യൂഡ് ഇൻ നവംബർ. ആൻഡ് പിന്നെ എന്താ സംഭവിച്ച്? പാർട്ട് പേയ്മെന്റ് 4,20,000 നവംബറിൽ തന്നെ കിട്ടി, റൈറ്റ്? പാർട്ട് പേയ്മെന്റ് എത്രയാ കിട്ടിയത്? 4,20,000 കിട്ടി നവംബറിൽ, റൈറ്റ്? 4,20,000. Then what happened? Being unhappy with the service provided by Hightech, unhappy ആയി, ബാക്കി പേയ്മെന്റ് ഒന്നും ചെയ്തില്ല, ബാലൻസ്. അപ്പൊ അൺഹാപ്പി ആയതുകൊണ്ട് ഹൈഫൈ ഇൻഫോടെക് എന്ത് ചെയ്തു? ആ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സർവീസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തു. അപ്പോ കംഫർട്ടബിൾ ലിമിറ്റഡ് എന്ത് ചെയ്തു? 3 lakhs rupees ഫെബ്രുവരിയിൽ കൊടുത്തു. പാർട്ട് പേയ്മെന്റ് എന്ന് കൊടുത്തു? ഫെബ്രുവരിയിൽ കൊടുത്തു. 3 lakhs. ഓക്കെ. ബാലൻസ് എന്നാ കൊടുത്തേ? ബാലൻസ്, the balance payment was made on 6th June. ജൂണിലാണ് പേയ്മെന്റ് കൊടുത്തത്. ഹൗ മച്ച്? എത്ര ബാലൻസ് പേയ്മെന്റ് ഉള്ളത് നമുക്ക് ഇവിടെ നോക്കാം. 11 lakhs നിന്നും 4,20,000 ഇതാണ് ബാലൻസ് പേയ്മെന്റ് ഉള്ളത്, കറക്റ്റ്? അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര വന്നു പേയ്മെന്റ്? ഇൻവോയ്സ് വാല്യൂന് മാച്ചിങ് ആയില്ലേ? കറക്റ്റ്. എത്രയാണ് ITC അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. There is a condition that ITC should be reversed. There is a condition that ITC should be reversed if payment is not made
within 180 days from the date of invoice. ഇവിടെ 180 days ആണോ ചെയ്തിരിക്കുന്ന പേയ്മെന്റ്? നോ, ആഫ്റ്റർ 180 days ആണ് പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്. പക്ഷേ 180 daysന് ശേഷമാണ് പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്. പക്ഷേ വിൽ സി so see here 180 days ന്റെ criteria ആണ് പറഞ്ഞിരുന്നത്. Section 16 hope you all know it is a conditions to avail input tax credit. ഇവിടെ ഒരു കണ്ടീഷൻ ഉള്ളത് provided further that when a recipient fails, purchaser fails to pay to a supplier of goods or service or both other than the supplies on which tax is payable on reverse charge, the amount towards the value of supply along with tax payable thereon within a period of 180 days from the date of issue of invoice by a supplier, an amount equal to tax of input tax credit availed by the recipient shall be added to his output tax liability if he fails to make the payment. If he fails to make the payment within 180 days, in the reverse him input tax credit. So here you see, ഇത് പേ ചെയ്തിരിക്കുന്നത് June 2019 ശരിയല്ലേ? ഇവിടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? In the question what they have said, input tax credit available in respect of IT engineering services for the financial year 2018-19 we'll assume for the financial year 18-19. appo 18-19 la 180 days expire aayittundo? Expire aayitilla. So entire tax can be claimed as claimed as IPC. So entire tax nu etrayana 11 lakhs inde 18% into 18% etrayana 1,90,000 claim ചെയ്യാം. പക്ഷെ നെക്സ്റ്റ് ജൂൺ ആയുമ്പോ he did not pay, right? അപ്പൊ ഇതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും ആ സമയത്ത് ഇൻറ്റു 18%. ഈ എമൗണ്ട് നെക്സ്റ്റ് ഇയറിൽ റിവേഴ്സ് ചെയ്യുള്ളൂ. ബട്ട് ഈ വർഷം അയാള് ഓർ ദി അസസി ഈസ് വാട്ട് എലിജിബിൾ ടു അവെയിൽ വാട്ട് 1,80,000 ആസ് വാട്ട് ITC. സോ ആൻസർ ഏതായിരിക്കും? ഇതിന്റെ 6 A ആയിരിക്കും ആൻസർ. 6 A. Is that clear? Next is what? Mr. Dev Anand is engaged in providing services under services in all provision ningal manasilikku varanam. Section 2 subsection 102 also should come. Facilitate sale and purchase of securities. Idu nammal statutory updates il kandayirunnu indu karyam. He is also engaged in trading of securities ഉണ്ട്. അയാളുടെ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ടു വേരിയസ് ക്ലയൻസ് കൺസൾട്ടൻസി ആൻഡ് ഈസ് ഓൾസോ എൻഗേജ് ഇൻ ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസ് ഉണ്ട്. അയാൾ സ്വന്തമായിട്ടും ചെയ്യുന്നുണ്ട്, അയാൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഹിസ് ടേൺ ഓവർ ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസ് എത്രയാണ്? 40 lakhs. ബ്രോക്കറേജ് ഓൺ അക്കൗണ്ട് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ട്രാൻസാക്ഷൻ എത്രയാണ്? 30 lakhs. അപ്പൊ 40 + 30 എത്രയായി? 70 അല്ലേ? സോ ട്രേഡിംഗ് എത്രയാണ്? Trading is what? 40 lakhs and commission, let's say commission is what? 30 lakhs, correct? Total comes to 70 lakhs. Whether he is liable, this as per section 2 subsection 102 and the services definition ആണ്. Service excludes what? Money and securities. Is that clear? About this we need not consider for what? To ascertain this thing, and definitely this is a commission ആണ്. നമ്മൾ statutory updates ൽ കണ്ടായിരുന്നു. This should be considered. എന്താണ് അപ്പൊ ചോദ്യം? You are required to ascertain the aggregate turnover. What is the aggregate turnover? 30 lakhs is the aggregate turnover. Is that clear? 30 lakhs is the aggregate turnover. കാരണം this is exclusively excluded from what? The definition of services. So 30 lakhs മാത്രം എടുത്താൽ മതി. So answer ഏതായിരിക്കും? 7A ആയിരിക്കും answer. 7A. Is that clear? Next is what? 8. Mr. Pappu Singh commenced his business in February. He has established the following units. Unit A cecil ആണ്, Unit B non cecil ആണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഞാൻ പറയാം.
പിന്നെ യൂണിറ്റ് സി ഡൽഹിയിലുണ്ട്, യൂണിറ്റ് ഡി ആൻഡ് ഇ ഗോവയിലുണ്ട്. അല്ല എന്താണ് ചോദ്യം? മിസ്റ്റർ പപ്പു സിംഗ് ഹാസ് അപ്രോച്ച് യു ടു ഹെൽപ്പ് ഹിം ഇൻ ഡിറ്റർമൈനിങ് ദി സ്റ്റേറ്റ്സ് ആൻഡ് നമ്പർ ഓഫ് രജിസ്ട്രേഷൻ ഈസ് റിക്വയർഡ് ടു ടേക്ക് under GST. Presuming the fact is making taxable supply from each of the state and aggregate turnover exceeds threshold limit. എത്ര രജിസ്ട്രേഷൻസ് വേണം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ യൂണിറ്റ് ഇൻ സെസ് അല്ലെ, വേണം, ഒരെണ്ണം വേണം. കറക്റ്റ്. യൂണിറ്റ് ഔട്ട്സൈഡ് സെസ് വേണോ? വേണം. നമ്മൾ കണ്ടായിരുന്നു പാലാരിവട്ടത്ത് ഒരു ഇതുണ്ട്, ഇൻഫോ പാർക്ക് ഉണ്ടെന്നെല്ലാം കണ്ടായിരുന്നു സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സിനകത്ത്. അടുത്തെന്താണ്? യൂണിറ്റ് സി, അത് വേറെ അല്ലേ, ഡൽഹിയിലല്ലേ, അവിടെ വേണം അല്ലെ. അപ്പൊ ഇതെവിടെയാണ്? ഡൽഹി. ഇതെവിടെയാണ്? മഹാരാഷ്ട്ര. This one is also where? In Maharashtra. അപ്പൊ this is one of the situation where two registrations are possible in single state. അടുത്ത വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ബിസിനസ് വെർട്ടിക്കൽ where two registrations are possible in single state under one PAN. Business vertical is omitted. We saw in statutory updates. Next situation, unit D and E in Goa. Place of business, രണ്ട് place of business in a state. അപ്പൊ ഒറ്റ രണ്ട് രജിസ്ട്രേഷൻ എടുക്കാമെന്ന് നമ്മൾ കണ്ടു, ശരിയല്ലേ? ഗോവ ആദ്യ ഓപ്ഷൻ ആണ് ഇപ്പൊ ഗോവ. So you see here unit D and E. D and unit E. Is that clear? അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? അല്ലെങ്കിൽ ഒറ്റ രജിസ്ട്രേഷൻ ആയിട്ട് തന്നെ എടുക്കാം. കണ്ടോ, മഹാരാഷ്ട്രയിലെ രണ്ട് രജിസ്ട്രേഷൻ വേണം, കറക്റ്റ്. ഡൽഹിയിൽ ഒരു രജിസ്ട്രേഷൻ വേണം, ഗോവയിൽ 1 or 2 ഓപ്ഷണൽ. This is a change. സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സിൽ ഇത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണ്. നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്, കാരണം അത് പുതിയ കോൺസെപ്റ്റ് ആണ്. പ്ലേസ് ഓഫ് ബിസിനസ്, different registration possible for place of business. Is that clear? അപ്പൊ ഓപ്ഷണൽ ആണത്. അപ്പൊ ആൻസർ ഏതായിരിക്കും? 8ലെ A ആയിരിക്കും ആൻസർ. ഗോവ ഓപ്ഷണൽ 1 or 2. രണ്ടെണ്ണത്തിനും കൂടി ഒരു രജിസ്ട്രേഷൻ എടുക്കാം, അല്ലെങ്കിൽ രണ്ട് പ്ലേസ് ഓഫ് ബിസിനസിനും കൂടി. അപ്പൊ കേരളത്തില് എറണാകുളത്തും ഉണ്ട്, ആലപ്പുഴയിലും ഉണ്ട്. രണ്ടെണ്ണത്തിനോട് ഒരുമിച്ച് ഒറ്റൊരെണ്ണം മതി, അല്ലെങ്കിൽ കേരളത്തിന് ഒരു രജിസ്ട്രേഷനും ആലപ്പുഴയ്ക്ക് വേറെ രജിസ്ട്രേഷനും എടുക്കാം. സോ ആൻസർ വിൽ ബി 8A. 8A. See? Next I'm going to question number 9. വേഗം തീർക്കാം. Non-resident taxable person is required to apply for registration within 30 days, within 60 days, at least 5 days prior to commencement, none of the above. It is 9C. At least 5 days prior. ഇത് തന്നെയാണ് casual taxable person applicable ആയിട്ടുള്ള. Answer is 9C. Next is what? Which of the following activity shall be treated as neither supply supply of goods or supply service? ഏത് ആക്ടിവിറ്റി ആണ് സപ്ലൈ ഓഫ് ഗുഡ്സും സപ്ലൈ ഓഫ് സർവീസ് അല്ലാതെ ട്രീറ്റ് ചെയ്യുന്നത്? യു റിമെമ്പർ സെക്ഷൻ, which section? 7 subsection 2 clause A. Which schedule it comes? Schedule 3. Okay, schedule 3 it comes. Hope you all remember the code word. Court flame. Court അതാണ് ഒരു നെഗറ്റീവ് ലിസ്റ്റിലുള്ള. F എന്തായിരുന്നു? ഫ്യൂണറൽ. L എന്തായിരുന്നു? യു റിമെമ്പർ ലാൻഡ്. A എന്തായിരുന്നു? ആക്ഷണബിൾ ക്ലെയിം അതർ ദാൻ BLG, ബെറ്റിംഗ്, ലോട്ടറി, ഗാംബ്ലിംഗ്. A എന്തായിരുന്നു? ആക്ഷണബിൾ ക്ലെയിം, ഓൾറെഡി സെഡ്. M എന്തായിരുന്നു? മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, MP, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. E എന്തായിരുന്നു? എംപ്ലോയി ടു എംപ്ലോയർ. പിന്നെ പുതിയ ന്യൂ സർവീസസ് ആർ ആഡഡ്. നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, എൻഡോഴ്സ്മെന്റ് ഓഫ് ഡോക്യുമെന്റ്. ഹോപ്പ് യു റിമെമ്പർ വെയർ ഹൗസ് ഗുഡ്സ് ബിഫോർ സോൾഡ് ഓഫ് ഹോം കൺസംഷൻ. ഇതിനകത്ത് ഏതൊക്കെയാണ് ആക്ടിവിറ്റി എന്ന് നോക്കാം. പെർമനന്റ് ട്രാൻസ്ഫർ അല്ല, ടെമ്പററി ട്രാൻസ്ഫർ അല്ല, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡിസീസ്ഡ് ഉണ്ട് അല്ലെ, ഫ്യൂണറൽ, സർവീസ് ബൈ എംപ്ലോയി ടു എംപ്ലോയർ, ഫ്ലെയിമിലെ ഇ, എംപ്ലോയി ടു എംപ്ലോയർ. സോ ആൻസർ ഇസ് 3 and 4. ഏതാണ് 3 and 4 വന്നിരിക്കുന്നത്? 10ലെ D ആണ് ആൻസർ. 10ലെ D. Is that clear? I hope you all are clear with this 10 MCQs. ചിലപ്പോൾ ഇത് ചോദിക്കണം എന്നില്ല. This is the way how they ask the MCQs. Okay, so be strong with the statutory updates. മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അതിലൂടെ ചെയ്യുക. നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു വഴി തന്നെ നമുക്ക് എടുക്കാം. ഉദാഹരണത്തിന് ഞാൻ പറയാറുണ്ട്, യാത്ര ചെയ്യുന്ന ഒരു വഴി ആദ്യം നമ്മൾ ചിലപ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഗൂഗിൾ മാപ്പ് ഇട്ടാലും ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. പക്ഷെ വെൻ വി ആർ ഗോയിങ് ഫോർ ദ സെക്കൻഡ് ടൈം
നമ്മൾ അത് ഭയങ്കര എളുപ്പമായിരിക്കും ആ സ്ഥലത്തേക്ക് എത്താനായിട്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ എക്സാമിനേഷന്റെ കാര്യം. യു ജസ്റ്റ് ഗോ ത്രൂ ദീസ് ക്വസ്റ്റ്യൻസ്. ഇതിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിയുമ്പോൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ യു വിൽ ബി ഫേസിങ് ദീസ് ക്വസ്റ്റ്യൻസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നത്. വളരെ ചുരുക്കം ദിവസം മാത്രമേ ഇനിയുള്ളൂ. സോ ബി സീരിയസ് ഇൻ യുവർ സ്റ്റഡീസ്. ഇനി നമുക്ക് മെയിൻ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 11th question. Examine whether the supplier is liable to get registered. Liable ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ രജിസ്ട്രേഷൻസിന്റെ ചാപ്റ്ററിൽ വരണം. Now you will see the effect of TNM square others. പിന്നെ 40 lakhsന്റെ ലിമിറ്റ് ഉണ്ടെങ്കിൽ there are two corporates, TNM square 10 lakhs, stamp you 20 lakhs, others 40 lakhs. Now we will see. Raghav of Assam TNM സ്ക്വയറിലില്ല, സ്റ്റാമ്പ്യൂലില്ല. ഇത് എന്റെ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് കേട്ടിട്ട് വേണം ഇത് നോക്കാനായിട്ട്. സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ്, കാരണം സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സിൽ കൃത്യമായിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്. ഇതാണ് ആദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ you won't understand the code word TNM square, stamp you and all. Okay, am I clear? Thank you. So Raghav Assam ആണ് exclusively engaged in intrastate supply of ready-made garments. Goods അല്ലേ? So he'll get a turnover of 40 lakhs. His turnover in the current financial year from Assam showroom is 28 lakhs. Assam in എത്രയേ ഉള്ളൂ? 28 lakhs ഉള്ളൂ. So I'll delete this. Assam how much? 28 lakhs. Sorry. പിന്നെ എന്താ സംഭവിച്ചേ? He's another showroom Tripura. TNM square അല്ലേ? Tripura. So he's selling from Tripura. See how much? 11 lakhs. Tripura registration limit എത്രയാ? You remember 10 lakhs, right? So if an assessee is selling from any state of a special category, his limit to take the registration will get restricted to that state. Tripura registration limit എത്രയാ? Registration limit is 10 lakhs. So I will conclude here, even though he is dealing in goods, he is not eligible to avail the benefit of 40 lakhs. Why? Since he is selling from Tripura, his registration limit will get restricted to 10 lakhs. That is what? TNM. That is the effect of TNM square. That is the effect of TNM square. See the answer here? നമ്മൾ പറഞ്ഞൊക്കെ ഉണ്ട്. TNM square ഉണ്ട്, TNM square, stamp u ന്റെ stamp u ഒക്കെ ഉണ്ട്. Okay, conclusion നോക്കിയേ. In the light of the above ആണ് ആൻസർ ചെയ്തിരിക്കുന്നത്. So you see here, further he is required to obtain both Assam and Tripura. He is making taxable supply. Registration എടുക്കുന്ന അയാൾ കണ്ടോ. Next question എന്താ? What is next question? Of Panjam will see whether they are in first goods ആണെങ്കിൽ TNM square ആണോ സ്റ്റാമ്പ് ഉണ്ടോ നോക്കാം. ഗോവ എക്സ്ക്ലൂസീവ് സപ്ലൈ ഓഫ് ഷൂസ് ആണ്, ഗുഡ്സ് ആണല്ലേ. സ്റ്റാമ്പ് TNM സ്ക്വയറിലുണ്ടോ? ഗോവ ഇല്ല. സ്റ്റാമ്പ് യുണ്ടോ? ഇല്ല. അപ്പൊ 40 lakhs എലിമെന്റ്, 22 lakhs ഉള്ളൂ. രജിസ്ട്രേഷൻ എടുക്കണോ? വേണ്ട. വൈ? 22 lakhs ഉള്ളൂ. See here, is not required to. I hope you are all following. Statistics നോക്കിയിട്ട് വേണം നോക്കാനായിട്ട്, otherwise you won't understand. Harshit of Himachal Pradesh, goods ആണോ സർവീസ് ആണോ? പാൻ മസാല ആണെങ്കിൽ നമ്മളോട് കണ്ടു, is not eligible to avail the benefit of what? ഗുഡ്സ് ആണെങ്കിൽ കൂടി 40 lakhs കിട്ടില്ല, ineligible ആയി. ഹിമാചൽ അല്ലേ? അപ്പൊ നോർമൽ ലിമിറ്റ്സിലേക്ക് പോയി. 40 lakhsന്റെ ലിമിറ്റ് പറ്റില്ല. അപ്പൊ TNM സ്ക്വയറും സ്റ്റാമ്പിയും നോക്കേണ്ട ആവശ്യമില്ല. നോർമൽ ലിമിറ്റ്സിലേക്ക് പോയി. TNM സ്ക്വയർ 20 lakhs ആണ് ലിമിറ്റ്. It exceeded what? 20 lakhs. So 24 lakhs ആയി. He is required to get registered. Third one you see, registered. Next one you see, Ankit of Assam ആണ്. എക്സ്ക്ലൂസീവ്ലി എനിക്ക് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ടാക്സബിൾ സർവീസ് ആണ്. അപ്പൊ 40 lakhs പോയി. കാരണം എക്സ്ക്ലൂസീവ് ഗുഡ്സ് ആണെങ്കിലേ 40 lakhs നോക്കണ്ടാവും. നോർമൽ ടാക്സ് ലാബ് യു ഷുഡ് കം. TNM സ്ക്വയർ അതേഴ്സ് 20 lakhs ആണ്. എത്ര എക്സീഡ് ചെയ്തു? 20 lakhs എക്സീഡ് ചെയ്തു. Fourth one, he should get registered.
Okay, liable to get registered. I hope it is clear. Next one you see, Sanchis of Assam is engaged in industrial play of both taxable goods and services. Randu aile exclusively alla 40 lakhs in the limit boy TNM square like vannu. Correct? 20 lakhs limit. He is engaged in current financial year how much? 30 lakhs. So he is required to get registered. I hope it is clear to everyone. So ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണ്. 4-6 മാർക്കിന് ഉള്ളതും ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണിത്. So be prepared for this. Okay. So let's see the 12th question. Mr. Ajay has registered a registered repair center. Repair, so it is service where electronic goods are repaired. His repair center is located in state of Rajasthan, and he is not engaged in making any interstate supply of services. Interstate supply illa, service മാത്രമാണ് ചെയ്യുന്നത്. His aggregate turnover in the preceding financial year is 45 lakhs. 50 lakhs exceed ചെയ്തിട്ടില്ല. So exclusive നേരത്തെ സർവീസസിന് കോമ്പസിഷൻ സ്കീം പറ്റില്ലായിരുന്നു. മാനുഫാക്ചർ, ട്രേഡർ, റെസ്റ്റോറന്റ് മാത്രം പറ്റുള്ളായിരുന്നു. You remember MAT, FAT, TTT അവർക്ക് മാത്രമേ പറ്റുള്ളൂ. സർവീസിന് ഇപ്പൊ പറ്റും up to 50 lakhs. So ഇവിടെ eligible ആണ്. With reference to the provisions of GST Act, examine whether Mr. Ajay can opt composition scheme. Yes. In the current financial year, is he eligible to avail the benefit of concessional payment? Yes. Considering the option payment, compute the amount of tax payable by him. എത്രയായിരിക്കും? 6% അല്ലേ? So 35 lakhs ആണ് ഈ വർഷത്തെ turnover. So it will be how much? 35 lakhs. So 6 into, this amount, turnover. So this amount into what? 6%, right? So idana amount. So whether he is eligible, yes. Can he opt composition? Yes. Tax amount anganeyanengil ethraya? Comes to 2,10,000. Okay. So, will your answer be different if Mr. Ajay procures, that is purchases, inward supplies, items are provided repair from neighboring states. He procures from neighboring states. Eligible or no? Yes, eligible. Outward supply ആണെങ്കിലാണ് ineligible ആവുന്നത്. Outward supply. Inward supply eligible. You remember sniper എന്നുള്ളൊരു കോഡ് വേർഡ് നോക്കിയായിരുന്നു നമ്മളവിടെ. സ്നൈപ്പർ. N not liable. I industry outward supply, pan masala, like that, electronic commerce operator, red tobacco. So inward supply ആണെങ്കിൽ കുഴപ്പമില്ല. Inward supply eligible. If outward supply not eligible. Is that clear? So see the answers. 12th one in the section 10 mention ചെയ്തിട്ടുണ്ട് അവിടെ. See here. Man must learn 1.5 crore. അതെല്ലാം എഴുതിയിട്ടുണ്ട്. With effect from 2/2019, 50 lakhs in the കാര്യം എഴുതിയിട്ടുണ്ട്. 6%. So you remember this notification number for services 2/2019. CTR എന്ന് വെച്ചാൽ central tax rate ആണ്. R അല്ലെങ്കിൽ it is central tax. So 2,10,000 and answer കിട്ടി 2,10,000. A registered person can opt for combustion scheme if he is engaged in making cannot opt if is an outward supply ആണെങ്കിലാണ് പറ്റാത്തത്. There is no restriction on intrastate procurement of goods, hence answer will be remain the same, is eligible. Next one you see 13th question, ITC നെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ കണ്ടു പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞതാണ്. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈ ഷുഡ് ഓൾസോ ബി പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ. പക്ഷേ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. എന്താണ്? ഗ്രേറ്റർ ദാൻ 13 സീറ്റർ ആണെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിലും ITC ക്ലെയിം ചെയ്യാം. റൈറ്റ്? സോ ഹിയർ യു സി AMT കമ്പനിയുടെ ITC കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. AMT I know I am a little bit fast. പക്ഷേ I am communicating the things clearly. I believe so. So നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ പോലെയാവും. അതുകൊണ്ടാണ് വേഗത്തിൽ ചെയ്യുന്നത്. AMT Company Limited purchased a mini bus having seating capacity of എത്ര percent? 16% passenger transportation of its employees from its residence to office and back. AMT Limited purchased a mini bus. 16% അല്ലേ? Greater than what? 13 ആണ് അല്ലേ? It is what? Greater than 13 seats.
eligible. ITC is what? Eligible. You can see the answer. See here. Since it is giving a minimum sitting person, ITCs will not be blocked. 13 greater than, including driver seat ആണെങ്കിൽ കിട്ടും. Greater than 13. That's an amendment. പഴയ ബുക്ക് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ തെറ്റ് നിങ്ങൾ ആൻസർ. Never use old book. May attemptലെ ബുക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ പാടില്ല. Bangur Ceramics Limited, a manufacturing company ആണ് കേട്ടോ. Purchase 2 trucks അല്ലേ? Trucks. Even if the outward supply in the manufacturing അല്ലേ, ceramics അല്ലേ, പക്ഷെ goods transportation if it is used then claimable. 2 trucks for transportation of finished dealers located very claimable. Yes, claimable. Second subsection 5 blocks input tax credit motor vehicle DGP dealer driving school goods transportation passenger transportation available ആണ്. So in this case available. In statutory updates I have explained all these things in detail. So better you attend. Those who have not attended the statutory updates, please attend the statutory updates and listen to this. Next is hands premium dealing in luxury cars anto. So dealer, DGP dealer, outward supply kittule. Dealer purchased 5 Skoda. Chendina vaancha vikanalle. Dealer ITC available. You see here. Third question. Being dealer, hands premium purchased the cars for further supply. So ITC is available. Avra stock another fixed asset alla. Okay. Next is what Sun and Moon Packers Limited outdoor catering on top to run a canteen in a factory. The factory requires company setup mandatory ആണ്. ഒരു നിയമത്തിന്റെ കീഴിൽ മാൻഡേറ്ററി ആണത്. സോ ITC is available. Outward supplyക്ക് basically outward supply should also be outdoor catering. പക്ഷേ ഒരു നിയമത്തിന് ഏതെങ്കിലും ഒരു നിയമത്തിന്റെ കീഴിൽ അത് മാൻഡേറ്ററി ആണെന്നാണെങ്കിൽ ITC അവൈലബിൾ ആണ്. അതായത് എനിക്കൊരു ഫാക്ടറി ഉണ്ട്, എനിക്കൊരു സ്ഥാപനം ഉണ്ട്, അവിടെ ഫാക്ടറി നിയമം അനുസരിച്ച് അവിടെ ക്യാൻറ്റീൻ നിർബന്ധമാണ്. അപ്പൊ ഞാൻ വേറെ ഒരാൾക്ക് കോൺട്രാക്ട് കൊടുത്തു, അയാൾ എനിക്ക് ബില്ല് തരും, ശരിയല്ലേ? ഐ ക്യാൻ അവൈൽ ITC ഓൺ ദാറ്റ്. ബേസിക്കലി എന്റെ ഔട്ട്വേർഡ് സപ്ലൈ ഔട്ട്ഡോർ കേറ്ററിംഗ് ആണ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഫാക്ടറീസ് ആക്ടിന്റെ നിയമം അനുസരണം അവിടെ ഒരു ക്യാൻറ്റീൻ നിർബന്ധമാണ്. അപ്പൊ ഞാൻ അവരെന്റെ അടുത്ത് GST കളക്ട് ചെയ്യും, ശരിയല്ലേ? ഞാൻ ആ കൊടുക്കുന്ന ITC എടുക്കാം. അങ്ങനെ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും റെന്റ് ക്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ. പ്ലീസ് റീഡ് ദാറ്റ് ഇൻ ദ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ്. ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻ ദാറ്റ്. നെക്സ്റ്റ് ഇസ് 14th വാല്യൂ ഓഫ് സപ്ലൈ ഒരു ചോദ്യമാണ്. സീ ഹിയർ, ഐ ഹോപ്പ് യു ഓൾ റിമെമ്പർ. ഏതൊക്കെയാണ് വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഞാൻ വേഗം പറഞ്ഞു പോവാം. CA ലിപ്സ്റ്റിക് അല്ലെ? C എന്തായിരുന്നു? കമ്മീഷൻ ഷുഡ് ബി ആഡഡ് എമൗണ്ട് പേയബിൾ ബൈ സപ്ലയർ ബട്ട് പെയ്ഡ് ബൈ റെസിപ്പിയന്റ് അല്ലെ? L എന്തായിരുന്നു? ലേറ്റ് ഫീസ്. I എന്തായിരുന്നു? ഇൻട്രസ്റ്റ്. P എന്തായിരുന്നു? പെനാൽറ്റി. S എന്തായിരുന്നു? സബ്സിഡി അല്ലെ? അതർ ദാൻ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. T എന്തായിരുന്നു? ടാക്സസ്. അതർ ദാൻ ദിസ് ആക്ട് മീൻസ് GST. I എന്തായിരുന്നു? ഇൻസിഡന്റൽ ചാർജസ്. Last one is what? Cess. Other duties അല്ലെ? Other than this act. Is that clear? ഇവിടെ penalty and packing charges include ചെയ്യാം. Packing charges. Okay. Incidental charges ഇവിടെ installation charges കൂടി വരും. Okay. Installation charges. ഇതെല്ലാമാണ് വാല്യൂ ഓഫ് സപ്ലൈയിലേക്ക് വരുന്നത്. നമുക്ക് അപ്പൊ ഇത് വെച്ചിട്ട് ചോദ്യം നോക്കാം. You can please take down CA lipstick. K is silent here. Price of a machinery എത്രയാണ്? 30,000 excluding taxes ആണ് ട്ടോ. Machine was subject to a third party inspection. The inspection charges എത്രയാണ്? 5,000 ആണ്. Freight charges എത്രയാണ് of the machine? 2,000 ആണ്. സബ്സിഡി റിസീപ്റ്റ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെ? ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യം ഇല്ല. ബട്ട് ദിസ് സബ്സിഡി ഇസ് ഡയറക്ട്ലി ലിങ്ക് ടു പ്രൈസ്. അപ്പൊ ഈ 30,000 അത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണത്? കുറയ്ക്കണം. 30,000 എന്ത് ചെയ്തിട്ടുണ്ട്? അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? കുറയ്ക്കണം. സോ ഞാൻ ഇവിടെ തന്നെ എടുക്കാം. പ്രൈസ് എത്രയാവുമ്പോ പ്രൈസ് വിൽ കം ടു 30,000 മൈനസ് 5,000. പിന്നെ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടേ? മെഷീൻ വാസ് സബ്ജക്ട് ടു തേർഡ് പാർട്ടി ഇൻസ്പെക്ഷൻ അല്ലെ? അത് നമ്മളുടെ എന്താണ്? കോസ്റ്റ് ആണ്. അപ്പോ അതെന്ത് ചെയ്യണം? നമ്മള് ആഡ് ചെയ്യണം. 5,000 ആഡ് ചെയ്യണം. പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഫ്രൈറ്റ് ചാർജസ് ആണ്, അത് നമ്മളുടെ കോസ്റ്റ് ആണ്.
അത് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, സോറി സ്പെല്ലിംഗ് തെറ്റിപ്പോയി. What is next? Discount 2% is offered on the price and recorded in the invoicesനകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ 2% ഡിസ്കൗണ്ട് ഏതിലാണ് നമ്മൾ ആക്ച്വലി കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? ഈ 25,000 അല്ല ഡിസ്കൗണ്ട് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഡിസ്കൗണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് 30,000ന്റെ 2% കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിവിടെ മൈനസ് ഇടാം. ഓക്കെ, സോ വാല്യൂ ഓഫ് സപ്ലൈ എത്ര വരും? ഡിസ്കൗണ്ട് ഷുഡ് ബി എക്സ്ക്ലൂഡഡ്. 31,400 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 31,400. Definitely you should write the notes. Why you reduced 5,000 from the value? കാരണം 5,000 എന്ത് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞേ? കാരണം സബ്സിഡി അതർ ദാൻ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് സബ്സിഡി എടുക്കും, ആഡ് ചെയ്യും. പക്ഷെ അതർ ദാൻ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ലെസ് ചെയ്യും, എടുക്കാൻ പാടില്ല. ഓക്കെ, ഇതെങ്ങനെയാ ലെസ് ചെയ്യണമെന്നൊക്കെ മനസ്സിലായി. കാരണം ചോദ്യത്തിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സീരിയൽ നമ്പർ 1 to 5 ഹാവ് നോട്ട് ബീൻ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോ ദിസ് ഈസ് ദ ഫാക്ടർ ദാറ്റ് വി ഷുഡ് അനലൈസ്. വാട്ട് ഈസ് നെക്സ്റ്റ്? എക്സംഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അടുത്തത്. You see here, state with reasons whether GST is payable in the following independent cases. Service provided by recognized sports body as a curator of national team. Curator alle truckinathundro illa, exemption illa, taxable. You see here, I'll give you a code word and the class attend ചെയ്തവർക്ക് അറിയാൻ പറ്റും GST is payable on the exemption illa. Service provided by transportation passenger metered cab alle, metered cab exemption ഉണ്ട് അല്ലെ? Motor cab ആണ് exemption ഇല്ലാത്തത്, thus not payable. Correct. Next one you see, service by way of public conveniences like toilet, lavatories, washroom exempt ആണ്, right? GST payable ആണോ? No, GST is not payable. Thus GST is not payable for public conveniences. Okay, now the toilets, some public toilets. So whenever a question comes from exemption notification, never forget to write this notification number 12/2017. 12/2017. You see this? എല്ലായിടത്തും 12/2017 എഴുതിയാണ്, 12/2017. So that's a trick to attract the examiner. Next one you see, service provided by a player to a franchisee which is not a recognized body. Recognized body alla, recognized body ആണെങ്കിൽ like exceptional also taxable. Okay, GST is payable. So അതും കഴിഞ്ഞു exemptions ന്റെ. Next is what? I hope you all know there is a change in the time of supply of goods. In the time of supply of what? Goods time of supply ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. I hope you all know notification as per notification 66/2017 time of supply of goods is date of issue of invoice or last date on which invoice is required to be issued. You need not consider what? You need not consider the date of receipt of consideration or advance received. ഈ ഡേറ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നെവർ എവർ കൺസിഡർ. യു ജസ്റ്റ് ഹാവ് ടു ചെക്ക് ദിസ്. യു ജസ്റ്റ് ഹാവ് ടു ചെക്ക് വാട്ട്? യു ജസ്റ്റ് ഹാവ് ടു ചെക്ക് ദിസ്. ഓക്കെ, ഇഗ്നോർ ദിസ്. ദിസ് ഇസ് വാട്ട്? ഡേഞ്ചർ. ഫോർ ഗുഡ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ കാശ് കിട്ടുന്ന ഡേറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡേഞ്ചർ. ഓക്കെ, date of issue or last date on which invoice is required to be issued. What is this last date on which this invoice is required to be issued? If there is movement ഉണ്ടെങ്കിൽ date of removal. In any other case it is date of delivery. ഇതാണ് ലാസ്റ്റ് ഡേറ്റ് ടു ഇഷ്യൂ ഇൻവോയ്സ്. ഇനി നമുക്ക് ഈ ഒരു പ്രൊവിഷൻ വെച്ചിട്ട് ഈ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, Mahak Sons is a registered supplier in the so and so regular scheme
On 15th July, Marksons received an order. Order കിട്ടി. എന്നാ കിട്ടിയത് order? 15th July കിട്ടിയത്. നെക്സ്റ്റ് ഷീറ്റ് എടുക്കാം. Sorry. അപ്പൊ 16th ക്വസ്റ്റ്യനിൽ ഞാൻ ഇവിടെ ഓരോ ഷീറ്റ് ആയിട്ട് ഇടാം. ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ലാസ്റ്റ് ഡേറ്റ്. നമുക്കിതെല്ലാം അനലൈസ് ചെയ്യാം. അഡ്വാൻസ് എമൗണ്ട് കിട്ടുന്നതൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓരോന്നായിട്ട് ഇവിടെ എഴുതാം. ഓക്കെ. മഹാക് സൺസ് ഈസ് എ രജിസ്റ്റേർഡ് സപ്ലയർ ഓഫ് ഇലക്ട്രോണിക് ഐറ്റംസ്, ഗുഡ്സ് ആണ്, ആൻഡ് പേസ് GST അണ്ടർ റെഗുലർ സ്കീം. ഗുഡ്സ് ആണ്. അപ്പോൾ ക്യാഷ് കിട്ടുന്നത് നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ട. അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാലും അതല്ല ടൈം ഓഫ് സപ്ലൈ. വി ആർ സ്പീക്കിംഗ് അബൌട്ട് സെക്ഷൻ 12 സബ്സെക്ഷൻ 1, 2, ദാറ്റ് ഈസ് 12 സബ്സെക്ഷൻ 2 കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സെക്ഷൻ 12 സബ്സെക്ഷൻ 2. ഓക്കെ, ക്ലിയർ? ഗുഡ്സിന്റെ ignore amount received. Ignore date of amount received. Advance ആവാം, ബില്ല് ചെയ്തിട്ട് കിട്ടുന്നതാവാം, എന്ത് വേണമെങ്കിലും ആവാം. You just ignore it. Okay. ബാക്കി നമുക്ക് ഡേറ്റ്സ് അനലൈസ് ചെയ്യാം. ഇവിടെ നിന്ന് മാർക്സ് രജിസ്റ്റേർഡ് സപ്ലയർ ഓഫ് ഗുഡ്സ് ഓൺ 15th July എന്ത് സംഭവിച്ചു? ഓർഡർ കിട്ടി അല്ലെ? ഓർഡർ റിസീവ്ഡ് when 15th June. 15th June. പിന്നെന്താ സംഭവിച്ച? മാർക്സൺസ് ഓർഡർ കിട്ടിയതിനു ശേഷം മാർക്സൺസ് ഗെറ്റ്സ് കൺസൈൻമെന്റ് റെഡി ബൈ 20th July. കൺസൈൻമെന്റ് റെഡി ആയിട്ടേ ഉള്ളൂ, അയച്ചിട്ടില്ല. കൺസൈൻമെന്റ് റെഡി ഓൺ വെൻ? 20th July. ഓക്കെ. പിന്നെന്താ സംഭവിച്ച? ഇൻവോയ്സ് ഓഫ് ദ കൺസൈൻമെന്റ് വാസ് ഇഷ്യൂഡ് ഓൺ ദ നെക്സ്റ്റ് ഡേ. അപ്പൊ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് കിട്ടിയില്ലേ? ഞാനത് ബോൾഡ് ചെയ്യാം. എന്നാ ഇഷ്യൂ ചെയ്ത്? 21st July. 21st July. ഓക്കെ, ഡൺ. പിന്നെന്താ സംഭവിച്ച? സുന്ദർ ട്രേഡർ കുഡ് നോട്ട് കളക്ട് ദ കൺസൈൻമെന്റ് ഇമീഡിയറ്റ്ലി. അപ്പൊ തന്നെ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. സുന്ദർ ട്രേഡർ കളക്ട്സ് ദ കൺസൈൻമെന്റ് ഫ്രം ദ പ്രിമിസസ് when 30th July. I'll write here date of removal. Okay, date of removal enna 30th July. 30th July. Sorry. And hands over the check towards the payment. The said payment was entered in the books of accounts on 31st July and the amount was credited in the bank account on 1st August. Check date and credited to bank. Ignore. Okay, ignore. So ഇവിടെ നമുക്ക് date of issue of invoice കിട്ടി, and this is last date to issue invoice. Under which section? Under section 31. Okay. രണ്ട് ഡേറ്റും കിട്ടിയല്ലോ. There is movement of goods, so date of removal എടുക്കണ്ടേ. സോ ഇതാണ് ഇൻവോയ്സ് ഇഷ്യൂ ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് വെച്ചാൽ 30 July ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. പക്ഷെ അതിന് മുമ്പേ എന്ത് ചെയ്തു? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. ഇതിനകത്ത് ഏർലിയർ ഏതാണ്? വിച്ച് ഇസ് ഏർലിയർ ഡേറ്റ് ഇൻ ദിസ്? 21st. അല്ലെ ഞാൻ ഇവിടെ എഴുതിയ എക്സാമ്പിൾ അനുസരിച്ച് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് എന്നാണ് 21st July. Correct. Last date on which invoice was supposed to be issued എന്നാണ്, that is date of removal, 30th July. 30th July. So whichever is earlier ഏതാണ്? 21st July. So 21st July ആണ് ആൻസർ. So never ever consider what കാശ് കിട്ടിയ ഡേറ്റ്സ് ഒന്നും എടുക്കാനായിട്ട് പാടുള്ളതല്ല. So you can see the answer here. Section 12 subsection 2. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ അതിനകത്തേക്ക് വരണം. കണ്ടോ? 12 subsection 2. Section 13(1) വന്നിരിക്കുന്നത് കണ്ടോ എല്ലാവരും? ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് പേയ്മെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടോ 66/2017. 66/2017 കണ്ടോ? നോട്ടിഫിക്കേഷൻ നമ്പർ. ഇതെല്ലാം വെച്ചിട്ടാണ് ഈ ആൻസർ കൺക്ലൂഡ് ചെയ്യാം. ഇപ്പം സെക്ഷൻസ് വന്നു കഴിയുമ്പോൾ തന്നെ എക്സാമിനർ അണ്ടർസ്റ്റാൻഡ് യു നോ ദി ആൻസർ. ചുമ്മാ പ്ലെയിൻ ആയിട്ട് എഴുതരുത്. അത് വഴിയിലൂടെ പോകുന്ന ആർക്കും എഴുതാൻ പറ്റിയ ഒരു കാര്യമാണ്. ശരിയല്ലേ?
Okay, chumma ishtalla ezhudunnu angane ezhudan paadilla, with sections you should write. So see the answer. Answer is what? 21st July. So I'm not spending more time on this. I'm going to the next question, that is 17th question. Here the question is, we'll read the question first. ABC Limited, a registered supplier, has made the following taxable supplies to its customer, Mr. P, in the quarter ended 30th June. താഴെ പറയുന്ന സപ്ലൈസ് എല്ലാം ചെയ്തിട്ടുണ്ട്. 5th April 102 നോട്ട്ബുക്ക് ഇത്ര വാല്യൂ. 10th May ബിൽ നമ്പർ 197. സോ ബിൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 102, 197, 230, 254, 304. 5th April ഈ 102 അനുസരിച്ച് 10 നമ്പേഴ്സ് എന്ത് കൊടുത്തു? 197. ഇങ്ങനെയെല്ലാം സപ്ലൈ ചെയ്തില്ല. ആർക്കാ സപ്ലൈ ചെയ്തേ? ABC Limited സപ്ലൈഡ് ടു പിക്കാണ് സപ്ലൈ ചെയ്തത് അല്ലെ? എന്നിട്ട് എന്താ സംഭവിച്ചേ? What happened? Let's see what happened. Goods in respect of bill number 102, this is 102, 230, this is 230, 254. Appo 102, 230, 254 has been returned by P. P എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു. ആർക്ക് റിട്ടേൺ ചെയ്തു? ABC Limited റിട്ടേൺ ചെയ്തു. You are required to advise whether it can issue consolidated ക്രെഡിറ്റ് നോട്ട്. ഇതാണ് പുതിയ കാര്യം. കൺസോളിഡേറ്റ് ചെയ്ത് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കാര്യം. എഗെയിൻസ്റ്റ് ഓൾ ദ ത്രീ ഇൻവോയ്സസ് ഏതൊക്കെയാണ്? 102 10 നോട്ട്ബുക്ക് കൊടുത്തു അല്ലെ, അത് റിട്ടേൺ ചെയ്തു. 230 ക്രയോൺ കളേഴ്സ് കൊടുത്തു 2 പാക്കറ്റ്, അത് റിട്ടേൺ ചെയ്തു. 254 പോസ്റ്റർ കളേഴ്സ് 5 പാക്കറ്റ്, അതും റിട്ടേൺ ചെയ്തു. ഇതിനെല്ലാത്തിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഈ 3 ഇൻവോയ്സ് അല്ല, 102, 230, 254 ഒറ്റ ക്രെഡിറ്റ് നോട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. യെസ് ഈസ് ദി ആൻസർ. ഞാൻ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സിൽ ഓൾറെഡി ഇത് കവർ ചെയ്തതാണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സിൽ കവർ ചെയ്തതാണ്. നേരത്തെ ആണെങ്കിൽ പിക്ക് ഈ ഇൻവോയ്സിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു ക്രെഡിറ്റ് നോട്ട്, അപ്പൊ ഫസ്റ്റ് ക്രെഡിറ്റ് നോട്ട്, സെക്കൻഡ് ക്രെഡിറ്റ് നോട്ട് ഈ ഇൻവോയ്സിന് അഗൻസ്റ്റ് ആയിട്ട്, തേർഡ് ക്രെഡിറ്റ് നോട്ട് ഈ ഇൻവോയ്സ്, ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റിന് ശേഷം ഒരു വ്യക്തിക്ക് എത്ര റിട്ടേൺസ് ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റ ക്രെഡിറ്റ് നോട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഇസ് ദ ആൻസർ. ക്ലിയർ? ഐ വിൽ റീഡ് ദ തിയറി ഫ്രം ഹിയർ. ഇത് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. ചിലപ്പോൾ 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിച്ചേക്കാം. ഓക്കെ, സോ ഡോണ്ട് മിസ് ദ ഡയറക്ട് ടാക്സ് പോർഷൻ ഓൾസോ. RTPയുടെ ഡയറക്ട് ടാക്സ് പോർഷൻ മിസ് ചെയ്യാൻ പാടില്ല. ഡയറക്ട്ലി 5 മാർക്കിന് വരും, 10 മാർക്ക്. You see, imagine, don't miss RTP, not only for the taxation paper, for the other peoples also. Don't miss, don't ever miss, don't think about going to write an examination without doing the RTP. So I'll read here. Where one or more tax invoices have been issued for supply of goods or service, and the taxable value charged and the taxable value tax charged in that tax invoice is found to exceed the taxable value. If the dirt in the situation, I can see dirt on credit note. These are situations where what credit note can be issued. D, deficient. You can see the word deficient here. I, invoice value is more. You can see invoice value exceeds. R is what? Returned. You can see returned here. T is what? Tax element is more. You can see here tax charged is more. Is that clear? These are situation. Dirt. I can see dirt on credit note. Okay. So registered was an issue, so and so. Thus, one or more credit notes can be issued. Consolidated credit notes can be issued in respect of multiple invoices issued in a financial year without linking the same to the individual invoice. Hence, in the view of the above mentioned provisions, Mrs. ABC can issue consolidated credit note for the goods returned in respect of all the 3 invoices. Is that clear? Dirt കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യമായിരുന്നു. Last question is, this is the last question in the GST part. 18th question ഞാൻ already solve ചെയ്തതാണ്. Okay, 18th question ഞാൻ ഓൾറെഡി സോൾവ് ചെയ്തതാണ്. 1 മണിക്കൂർ ഞാൻ എടുത്തിട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് പഠിപ്പിച്ചത്. അപ്പൊ ആ സമയത്ത് ഞാനിത് സോൾവ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ മൈ ലിങ്ക്, go through those who haven't attended the statutory updates portion. Please go to the input tax credit 1 hour session and please understand how this is solved. I have correctly explained the change in the
ഫ്ലോ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ദി ക്രെഡിറ്റ്. ഓക്കെ, അത് നിങ്ങൾ എന്തായാലും നോക്കി ഒന്ന് മനസ്സിലാക്കണം. സോ അതുകൊണ്ട് ഞാനിവിടെ ഇത് സോൾവ് ചെയ്യുന്നില്ല. ഓക്കെ, please see the other link. I have released 4 parts for the statutory updates. Okay, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് നിങ്ങൾ എന്തായാലും മിസ്സാക്കാൻ പാടില്ല. 18th ഇറ്റ്സ് ലൈക്ക് ജാക്ക് പോട്ട് ആണെന്ന് പറയാം. ഓക്കെ, സോ ഡിയർ സ്റ്റുഡൻസ്, പ്ലീസ് സ്റ്റഡി വെൽ ഫോർ ദി എക്സാം. നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. നിങ്ങളുടെ പാരന്റ്സും എല്ലാവരും നന്നായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മേക്ക് ദം ഹാപ്പി. റിസൾട്ട് വരുമ്പോൾ നിങ്ങളും സന്തോഷവാന്മാരായും സന്തോഷവതികളുമായിട്ടിരിക്കാനായിട്ട് നന്നായിട്ടിരുന്ന് പഠിക്കുക. മേക്ക് യുവർ പാരന്റ്സ് പ്രൗഡ്, ഓക്കെ, ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. So all the best. I believe that ഇത് നിങ്ങൾക്ക് helpful ആയിട്ടുണ്ടെന്ന്. Please let me know if you have any queries. Okay, thank you and best wishes for your examination. Thank you.